സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൈം അവതരിപ്പിച്ച് പ്രതിഷേധിക്കാനാണ് ഇന്ന് സമരക്കാരുടെ തീരുമാനം. MG പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുള്ള പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തമായ രീതികൾ പിന്തുടർന്നായിരുന്നു അവരുടെ പ്രതിഷേധം സമരക്കാർ രേഖപ്പെടുത്തിയത്. ഇന്നിപ്പോൾ മൈം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് അവർ നടത്തുന്നത്. ആ മൈമിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ പ്രതീഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഒരു PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധാരണ വിദ്യാർത്ഥികൾക്ക് വലിയ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതലാണ് പെൺകുട്ടികൾക്ക്. ആ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും വിവരിക്കുന്നതാണ് ഈ മൈം എന്നാണ് മനസ്സിലാക്കുന്നത്. ആ മൈമിലേക്ക് നമുക്ക് പോകാം. കേരള സമൂഹത്തിന്റെ, കേരള സർക്കാരിന്റെ, ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ ഒക്കെ മുന്നിൽ കാണിക്കാൻ ശ്രമിച്ച എളിയ ശ്രമം അത് എത്രത്തോളം വിജയിച്ചുവെന്നോ ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇനിയെങ്കിലും ഈ കേരള ജനത, കേരള സർക്കാർ ഇതെങ്കിലും കണ്ണു തുറന്ന് ഞങ്ങളുടെ സങ്കടക്കടലിൽ നിന്നും ഞങ്ങളെ മുക്തരാക്കണമെന്ന് ദയനീയമായി അപേക്ഷിക്കുന്നു. തീർച്ചയായും അപേക്ഷ മാത്രമാണ്, ഇതാരോടുമുള്ള വെല്ലുവിളിയല്ല. അർഹതപ്പെട്ട അവകാശം ജി കെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 7 ദിവസം കൂടി കഴിയുമ്പോൾ തന്നെ വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. ഇനി അവർക്ക് മുന്നിൽ മറ്റ് വഴികളില്ല. സർക്കാരിന്റെ ഒരു ഇടപെടൽ, സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു കനിവാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയോട് കൂടിയാണ് അവർ 11-12 ദിവസമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്നത്. പല സമര രീതികൾ അവർ അവലംബിച്ചിരുന്നു. നേരത്തെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഭിക്ഷയാചിച്ചും ഒപ്പം ഉപ്പിൽ മുട്ടുകുത്തിയിരുന്നും ഒറ്റക്കാലിൽ ഉപ്പിൽ ചവിട്ടി നിന്നും ഒക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇവർ നടത്തി. ഇതൊന്നും തന്നെ സർക്കാരിനെതിരായിട്ടുള്ള സമരരീതി അല്ല എന്ന് തന്നെയാണ് വനിതാ CPOമാർ പറയുന്ന കാര്യം. സർക്കാർ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നതാണ് അവർ എപ്പോഴും പറയുന്ന കാര്യം. കാരണം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ 700 മുതൽ 800 വരെ നിയമനങ്ങൾ വനിതാ CPO റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നടത്തി. പക്ഷേ 292 നിയമനങ്ങൾ മാത്രമാണ് ഇത്തവണ വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടത്തിയത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ന്യായമെന്നതാണ് അവർ ഉന്നയിക്കുന്ന കാര്യം. അതുൾപ്പെടെ പറഞ്ഞുകൊണ്ട് അവർ സഹിച്ച അല്ലെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ എത്തപ്പെടാൻ അവർ എടുത്ത ഒരു പ്രയത്നങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ മുന്നിൽ ഒരു മൈമായി തന്നെ ഈ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ കാണിച്ചിട്ടുള്ളത്. കാരണം ഈ നേരത്തെ ജി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ഉദ്യോഗാർത്ഥികളെ പോലെയല്ല, ഇത്തരത്തിലൊരു റാങ്ക് ലിസ്റ്റിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉൾപ്പെടെ പാസ്സായി ഇടം പിടിക്കാൻ ഇവരെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. ആ പ്രയാസങ്ങൾ, ആ കഷ്ടതകളൊക്കെ തന്നെ സഹിച്ചുകൊണ്ടാണ് ഇവർ വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയത്. പക്ഷേ ഇടം നേടിയിട്ടും അവർക്ക് നിയമനം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പല ജില്ലകളിൽ നിന്നുള്ള വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഒരു സമരവുമായി, ഒരു പ്രതിഷേധവുമായി സർക്കാരിന്റെ കണ്ണ് തുറക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ എത്തിയത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു അനുകൂല നിലപാടെന്നതിനപ്പുറം സർക്കാർ ഇവരെ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സർക്കാരിൽ നിന്ന് ഒരു സർക്കാർ വൃത്തങ്ങളും ഇവരെ കേൾക്കാനോ ഇവർക്ക് പറയാനുള്ളതോ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു ഇടപെടലിനായി അവർ കാത്തിരിക്കുകയാണ്. ഈ മാസം 19-ാം തീയതിയാണ് വനിതാ CPO റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനുള്ളത്. അതിനു മുൻപായി എന്തെങ്കിലും ഒരു ഇടപെടൽ സർക്കാരിൽ നിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ കുറച്ചു പേർക്കെങ്കിലും നിയമനം ലഭിക്കുകയുള്ളൂ. വിവരാവകാശ നിയമപ്രകാരം 570 ഒഴിവുകൾ ഉണ്ട് എന്നതാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. പക്ഷേ 292 പേർക്ക് മാത്രമാണ് നിയമനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഈ അവസാന നിമിഷവും ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നതാണ് പ്രധാനമായും അവർ പറയുന്ന കാര്യം. ആ പ്രതീക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇപ്പോഴും സമരം തുടരുന്നത്. ഏതായാലും വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് പ്രതിഷേധത്തിലാണ്. അവർക്ക് പട്ടികയിൽ ഇടം കിട്ടിയിട്ടും പട്ടികയുടെ കാലാവധി വേഗം അവസാനിക്കുന്നവർക്ക് ഇതുവരെ തൊഴിൽ ലഭിച്ചിട്ടില്ല. അതിലുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു. ഇന്ന് വ്യത്യസ്തമായ സമരമുറയിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്, മൈം അവതരിപ്പിച്ചുകൊണ്ട്. അതായത് റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാൻ ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, അവരുടെ ക്ലേശങ്ങൾ, പ്രശ്നങ്ങൾ, അതൊക്കെ മൈമിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ പിന്തുണ നേടിയെടുക്കുക എന്നതാണ് ഈ സമരമുറയിലൂടെ അവർ ലക്ഷ്യമിടുന്നത്.